എല്ലാവർക്കും നമസ്കാരം. 10th മാത്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ ഗിവൺ ഫിഗർ O ഈസ് എ സെന്റർ ഓഫ് എ സർക്കിൾ. ദ ഫിഗർ കണ്ടോ, O എന്ന് പറഞ്ഞിരിക്കുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. ദെൻ ആംഗിൾ BAC ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഇത് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ആംഗിൾ BAC എന്ന് പറഞ്ഞ ഈ ആംഗിൾ തന്നിട്ടുണ്ട് 50 ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് BOC? BOC അതായത് ഈ ആംഗിൾ എത്രയാന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയാണ് ആംഗിൾ BOC എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം ഇതിന്റെ ഇരട്ടിയാണ്. ഇതെന്ന് വെച്ചാൽ സെൻട്രൽ ആംഗിൾ ആണല്ലോ, അപ്പൊ ഇരട്ടിയാണ് അല്ലെ. അതായത് 50 × 2 എത്ര വരും? 100 വരും ഇല്ലേ. 100 ഡിഗ്രിയാണ് BOC. അതായത് ഈ ആംഗിൾ എത്ര വന്നു? 100 ഡിഗ്രി എന്ന് വന്നു. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് അടുത്തത്? വാട്ട് ഈസ് OCB ആൻഡ് OBC? OC ഇത് കേട്ടോ, OCB അതുപോലെ തന്നെ OBC ഇതാ ഈ രണ്ട് ആംഗിളും കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇത് 100 തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ടോട്ടൽ എത്രയാണ് വരുന്നത്? 180 വരണം. ദാ ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പൊ ഇത് രണ്ടും തുല്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ആംഗിൾ ഇതാണ്. ഈ ആംഗിളും ഈ ആംഗിൾ OBCയും ആംഗിൾ OCBയും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? OCB അല്ലെങ്കിൽ OBC നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. ട്രയാങ്കിൾ എങ്ങനെയാണ്? BOC. ട്രയാങ്കിൾ BOC നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ OBC അല്ലെ, ആംഗിൾ OBC പ്ലസ് ആംഗിൾ BC അല്ലെ, ആംഗിൾ BCO പ്ലസ് ആംഗിൾ BOC ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രിയാണ് ഇല്ലേ. അപ്പോൾ OBC ഇതാ നോക്കോ, OBCയും OCBയും ഈക്വൽ ആണ്, അല്ലെങ്കിൽ BCOയും ഈക്വൽ ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് അതേപടി അങ്ങ് എഴുതാം കേട്ടോ. ആംഗിൾ OBC പ്ലസ് ആംഗിൾ BCO അല്ലെങ്കിൽ എന്താണ് OC കേട്ടോ, OCB എന്ന് എഴുതാം കേട്ടോ. പ്ലസ് BOC നമുക്കിവിടെ കിട്ടിയായിരുന്നു എത്രയാണ്? 100 ആണെന്ന് കിട്ടിയായിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 എന്ന് എഴുതാം. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? OBC പ്ലസ് BCO ഈസ് ഈക്വൽ ടു 180 മൈനസ് 100. അപ്പൊ എത്ര വരും? 80 ഡിഗ്രി എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പം 80 ഡിഗ്രി ആണെങ്കിൽ ഇത് രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എത്ര വരും? ആംഗിൾ OBC ഈസ് ഈക്വൽ ടു ആംഗിൾ BCO ഈസ് ഈക്വൽ ടു എത്രയാണ്? 40 വരും ഇല്ലേ. 40 ഡിഗ്രി എന്ന് വരും. മനസ്സിലായല്ലോ. രണ്ടും ഈക്വൽ ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ രണ്ട് ആംഗിളും കിട്ടി. BOC എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് കിട്ടിയത്? 100 ഡിഗ്രി ഇല്ല, 100 ഡിഗ്രി എന്നും കിട്ടി. OCB എന്ന് പറഞ്ഞിരിക്കുന്നത് 40 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ OBC എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 40 ഡിഗ്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോർണേഴ്സ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ABCD ആർ ഓൺ എ സർക്കിൾ. ഒരു ക്വാഡ്രിലാറ്ററിന്റെ കോർണർ ഉണ്ട്. അത് ക്വാഡ്രിലാറ്ററിലാണ്, ABCD ആണ്, അത് സർക്കിളിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ABCD. ഈ ക്വാഡ്രിലാറ്റർ ഉണ്ടല്ലോ, അതിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ. അപ്പൊ നമുക്കറിയാം ഇത് സർക്കിളിലാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. സർക്കിളിലാകുമ്പോൾ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് അല്ലേ, ചക്രീയ ചതുർഭുജമാണ്. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എങ്ങനെയായിരിക്കും? 180 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായല്ലേ. അപ്പം നമുക്ക് എഴുതാൻ സാധിക്കും. അതായത് ABCD എന്ന് വെച്ചാൽ സൈക്ലിക് ആണ് ഇല്ലേ. ABCD എന്ന് വെച്ചാൽ സൈക്ലിക് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇതാ രണ്ട് ആംഗിൾ എടുക്കാം. A പ്ലസ് C, അതായത് A പ്ലസ് C എന്ന് പറഞ്ഞാൽ A പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എടുക്കാം. അതായത് ആംഗിൾ A എന്ന് വെച്ചാൽ ഇവിടെ തന്നിട്ടുണ്ട് X ആണ് അല്ലേ. X പ്ലസ് 3X എന്ന് എഴുതാം. X പ്ലസ് 3X ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി നമുക്ക് എഴുതാം. ഇനി ആവുകയാണെന്ന് ഇത് ആഡ് ചെയ്യാമല്ലോ. അപ്പോൾ എത്ര വരും? 4X വരും അല്ലേ. 4X ഈസ് ഈക്വൽ ടു 180. ദെൻ X ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? X ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ 4 എന്ന് എഴുതാം. മനസ്സിലായല്ലോ. അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് വരും അല്ലേ. 45 ഡിഗ്രിയാണ് വരുന്നത്. X എന്ന് പറഞ്ഞിരിക്കുന്നത് 45 ഡിഗ്രി. മനസ്സിലായല്ലോ. അപ്പം X ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 45 ഡിഗ്രി എന്ന് കിട്ടി. X ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആംഗിൾ A അല്ലേ. ആംഗിൾ A ഈസ് ഈക്വൽ ടു X ആണ്. അത് എത്ര കിട്ടി? 45 ഡിഗ്രി എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ മറ്റു രണ്ട് രീതിയിൽ എഴുതാലോ. അതായത് ആംഗിൾ ഇതാ നോക്കോട്ടോ. ആംഗിൾ D പ്ലസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു 180 ആണ്. ആംഗിൾ D എന്ന് വെച്ചാൽ Y ആണ് അല്ലേ. അപ്പൊ Y പ്ലസ് 5Y ഈസ് ഈക്വൽ ടു 180 എന്ന് എഴുതാം. ദെൻ 6Y അല്ലേ. 6Y ഈസ് ഈക്വൽ ടു 180 എന്ന് എഴുതാം. ദെൻ Y ഈസ് ഈക്വൽ ടു എന്താണ്? 180 ഡിവൈഡ് ബൈ 6. അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഇല്ലേ. 30 ഡിഗ്രി എന്ന് തോന്നും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ D ഇല്ലേ. Y എന്ന് വെച്ചാൽ ആംഗിൾ D അല്ലേ. അപ്പം ആംഗിൾ D ഈസ് ഈക്വൽ ടു Y ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 30 ഡിഗ്രി എന്നും കിട്ടി.
അപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾ കിട്ടിയല്ലോ, ആംഗിൾ എയും കിട്ടി, അതുപോലെ തന്നെ ആംഗിൾ ഡിയും കിട്ടി. എക്സ് അതായത് എ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ 45 ഡിഗ്രി എന്നും കിട്ടി. ദെൻ വൈ അതായത് ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് 30 ഡിഗ്രി എന്നും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ 5y-യും 3x കണ്ടുപിടിക്കാമല്ലോ, എക്സും വൈയും കിട്ടിയല്ലോ. അപ്പോൾ നമുക്കറിയാം ആംഗിൾ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 5y ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു വൈ എത്രയാണ് 30 വന്നു. അപ്പോൾ എത്രയാണ് 150 അല്ലേ. അപ്പം ആംഗിൾ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര കിട്ടി 150 കിട്ടി. ഇനി അതുപോലെ തന്നെ ആംഗിൾ സി എന്ന് വെച്ചാൽ 3x ആണ് അല്ലേ. അപ്പോൾ 3 ഇൻറ്റു എക്സ് എത്രയാണ് 45 ആണ് വന്നത്. മനസ്സിലായല്ലോ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും 135 വരും, 135 ഡിഗ്രി. അപ്പം എല്ലാ ആംഗിളും കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. അപ്പം ആംഗിൾ എ എന്ന് പറഞ്ഞിരിക്കുന്നത് 45 ഡിഗ്രിയാണ്. ദെൻ ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ് 150 ഡിഗ്രി അല്ലേ, 150 ഡിഗ്രിയാണ്. ആംഗിൾ സി എന്ന് പറഞ്ഞിരിക്കുന്നത് 135 ഡിഗ്രിയാണ്. ആംഗിൾ ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് 30 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ. നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ എ ബി ഈസ് എ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. എ ബി കണ്ടല്ലോ, എ ബി എന്ന് വെച്ചാൽ സർക്കിളിന്റെ ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. then എന്താണ് വാട്ട് ഈസ് എ മെഷർ ഓഫ് ആംഗിൾ എ ബി സി, അതായത് എ ബി സി ഇതാ ഈ ആംഗിൾ കണ്ടുപിടിക്കണം, എ ബി സി കണ്ടുപിടിക്കണം. വാട്ട് ഇസ് എ മെഷർ ഓഫ് എ സി ബി കണ്ടോ, എ സി ബി ഈ ആംഗിൾ കണ്ടുപിടിക്കണം. വാട്ട് ഇസ് എ മെഷർ ഓഫ് ബി എ സി ഇതാ നോക്കുക, ബി എ സി ഈ 3 ആംഗിളും കണ്ടുപിടിക്കണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ ബി എന്ന് വെച്ചാൽ ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്കറിയാം ഡയമീറ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സെമി സർക്കിൾ ആയില്ല, അർത്ഥവൃത്തത്തിലെ എല്ലാ ആംഗിളും എത്രയാണ് 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് എഴുതാലോ ഈ ആംഗിൾ എത്ര വരും 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. അതായത് ആംഗിൾ എ സി ബി എന്ന് പറഞ്ഞിരിക്കുന്ന എത്ര വരും 90 ഡിഗ്രി വരും. ക്ലിയർ ആയല്ലോ. ഇനി ഇതാ നോക്കുക ആംഗിൾ ബി കണ്ടുപിടിക്കണം. ആംഗിൾ ബി കണ്ടുപിടിക്കണമെന്ന് നോക്കിയേ, ഇതേ ഈ ഒരു ആർക്ക് ഉണ്ടല്ലേ എ ഡി സി എന്ന് വെച്ചാൽ ആർക്ക് ആംഗിൾ ആണല്ലോ അതെ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്, ആംഗിൾ ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് D 130 ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ എൻട്രി ആണല്ലോ ഇവിടുത്തെ വരുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സാധിക്കും ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് 180 മൈനസ് 130 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും 50 ഡിഗ്രി വരും. ക്ലിയർ ആയല്ലോ. അപ്പൊ എന്ത് കിട്ടി എ ബി സി ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് 50 ഡിഗ്രി ആണ്. ഇനി അടുത്തത് എ കണ്ടുപിടിക്കാമല്ലോ. ആംഗിൾ എ അതായത് ആംഗിൾ എങ്ങനെയാണ് ബി എ സി അല്ലേ, ആംഗിൾ ബി എ സി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് 180 ഇല്ലേ, 180 ഇതിനും കൂടെ ആഡ് ചെയ്താൽ പോരെ, 180 മൈനസ് 90 പ്ലസ് 50 അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് എത്രയാണ് 140 ഇല്ലേ, 180 മൈനസ് 140 വരും. അപ്പോൾ ഇത് എത്ര വരും ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് വരും ഇല്ലേ. അപ്പം 40 ഡിഗ്രി. അപ്പം 3 ആംഗിളും കിട്ടിയല്ലോ. അപ്പം ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത് 50 ഡിഗ്രി. ആംഗിൾ എ ബി സി 50 ഡിഗ്രിയാണ്. ആംഗിൾ എ സി ബി നമുക്ക് ഇവിടെ എത്ര കിട്ടി 90 ഡിഗ്രി കിട്ടി. ആംഗിൾ ബി എ സി നമുക്ക് എത്ര കിട്ടി 40 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായില്ല. ആ കൺസെപ്റ്റ് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനമായിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ഞാൻ ആ കൺസെപ്റ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ആ കൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി, ആംഗിൾ സി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. എ ബി സി എന്ന് പറയുമ്പോൾ ഏതാണ് ഇതാ നോക്കോട്ടെ, ഇതാണ് ട്രയാങ്കിൾ കേട്ടോ. ട്രയാങ്കിൾ ഇതാണ്. ഈ എ ബി സിയിൽ ആംഗിൾ ബി ഇത് 30 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 100 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഡി ഇസ് എ പോയിന്റ് ഓൺ എ ബി. ഡി എന്ന് പറഞ്ഞിരിക്കുന്ന കേട്ടോ, ഡി എന്ന് വെച്ചാൽ എ ബിയിൽ ഒരു പോയിന്റ് ആണ്. അപ്പൊ അത് എ സി ഈസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ അതായത് എ സി ഈസ് ഈക്വൽ ടു ഡി സി ഇതായതാന്ന് പറഞ്ഞു. ഡി സി രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ സി അതായത് ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ. ദ ലൈൻ സി ഈസ് പാരലൽ ടു എ ബി. സി എന്ന് വെച്ചാൽ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ എ ബിക്ക് പാരലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ എ ബി ഈ ലൈന് പാരലാന്നും പറഞ്ഞിട്ടുണ്ട്. ദ ലൈൻ ബി ഈസ് പാരലൽ ടു സി ഡി. ലൈൻ ബി ഉണ്ടല്ലോ ഈ ലൈൻ ബി എന്ന് വെച്ചാൽ സി ഡിക്ക് പാരലാന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ദെൻ വാട്ട് ഈസ് സി എ ബി എന്ന് ചോദിച്ചിട്ടുണ്ട്. സി എ ബി നോക്കുക, സി എ ബി ഈ ആംഗിൾ കേട്ടോ, സി എ ബി അതായത് ട്രയാങ്കിൾ എ ബി സിയിലെ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 2 ആംഗിൾ തന്നിട്ടുണ്ടല്ലോ. ആംഗിൾ സി എ ബി നമുക്ക് കണ്ടുപിടിക്കാം. സി എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. മറ്റ് 2 ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെച്ചാൽ മതിയല്ലോ. അതായത് 180 100 പ്ലസ് 30 അല്ലേ, അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ സി എ ബി കിട്ടും. അതായത് 180 മൈനസ് 130 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 50 ഡിഗ്രി എന്ന് വരും. അപ്പം ആംഗിൾ സി എ ബി നമുക്ക് എത്ര കിട്ടി 50 ഡിഗ്രി എന്ന് കിട്ടി.
മനസ്സിലായല്ലോ. ഇനി അപ്പം അതായത് ഇത് 50 ഡിഗ്രിയാണെന്ന് കിട്ടി. അപ്പം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ അത് ഇവിടുത്തെ ഈ ആംഗിൾ എത്രയായിരിക്കും? അതും 50 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഈ ആംഗിളും 50 ഡിഗ്രി ആയിരിക്കും. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എന്താണ് വാട്ട് ഈസ് CDB എന്ന്? ഇതാ നോക്കുക, CD, ഇതാ ഈ ആംഗിൾ കേട്ടോ, CDB ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അതാ ഇവിടെ നോക്കി. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 50 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ 180 നമുക്കറിയാം അല്ലേ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം ആംഗിൾ CDB. ആംഗിൾ CDB എന്ന് വെച്ചാൽ ടോട്ടൽ ആംഗിൾ 180 ആണെന്നറിയാം. അപ്പൊ 180 നിന്ന് നമുക്ക് ഇവിടുത്തെ ആംഗിൾ ഈ 50 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുമല്ലോ. ദാറ്റ് ഈസ് 50 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 130 കിട്ടും. അപ്പൊ ഈ ആംഗിൾ കിട്ടി എത്രയാണ്? 130 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായല്ലോ? CDB കിട്ടി. ഇനി എന്താണ്? ഫൈൻഡ് BEC. ഞാൻ നോക്കട്ടെ, BEC അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ കണ്ടുപിടിക്കും. അപ്പൊ പാരലോഗ്രത്തിന്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമ്മളിപ്പം ആദ്യത്തെ A കണ്ടുപിടിച്ചു, B കണ്ടുപിടിച്ചു, C ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് BEC കണ്ടുപിടിക്കാം. പാരലോഗ്രത്തിന്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് എങ്ങനെയാണ്? ഈക്വൽ ആണ് ഇല്ലേ? അപ്പൊ നോക്കിയേ, ഈ ഡിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് E എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് 130 ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 130 തന്നെയായിരിക്കും അല്ലേ? അപ്പം ആംഗിൾ BEC എത്രയാണ്? 130 ഡിഗ്രി തന്നെയാണ്. അത് പ്രോപ്പർട്ടി ഓഫ് പാരലോഗ്രം ആണ് കേട്ടോ. അത് ഇനി എന്താണ്? ഡി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസ് ABEC ആൻഡ് ഐസോസെലസ് ട്രപ്പീസിയം, ഹൗ ഡു യു നോ ദിസ് എന്ന് നോക്കട്ടോ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? അതെവിടത്തേക്ക് ആംഗിൾ, ഇത് ഈ ആംഗിൾ ഈ നമുക്കറിയാം 130 ഡിഗ്രി ആണ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇല്ലേ? നമുക്കറിയാം സൈക്ലിക് ട്രപ്പീസിയം ആവുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ എങ്ങനെയാണ്? സപ്ലിമെന്ററി ആണ് അല്ലേ? അതായത് നമുക്കറിയാം ആംഗിൾ A പ്ലസ് ആംഗിൾ E എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിട്ട് വരണം? 180 ഡിഗ്രി ആയിട്ട് വരണം ഇല്ലേ? 180 ഡിഗ്രി ആയിട്ട് വേണം. ആംഗിൾ A എന്ന് വെച്ചാൽ എത്രയാണ്? 50 ആണ് അല്ലേ? ആംഗിൾ A 50 ആണ്. ആംഗിൾ E എന്ന് വെച്ചാൽ 130 ആണ്. അപ്പൊ കിട്ടുമല്ലോ, 180 തന്നെ കിട്ടും. അപ്പൊ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സൈക്ലിക് ട്രപ്പീസിയം ആണ് ഇല്ലേ? അതപ്പം നമുക്ക് എഴുതാം ABEC എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സൈക്ലിക് ട്രപ്പീസിയം ആണ് ഇല്ലേ? സൈക്ലിക് ട്രപ്പീസിയം ആണ്. സോ നമുക്ക് എന്താ പറയാം? ഇത് ഐസോസെലസ് ആണെന്ന് പറയാം അല്ലേ? സോ ഇറ്റ് ഈസ് ഐസോസെലസ്. അതുകൊണ്ട് ഇതൊരു ഐസോസെലസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ കേട്ടോ. കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി പഠിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ABCDR. ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, അതിന്റെ ആംഗിൾസ് തന്നിട്ടുണ്ട്. ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C, ആംഗിൾ D തന്നിട്ടുണ്ട്. ഞാൻ ഫൈൻഡ് ദ ആംഗിൾസ് എന്നാണ് ചോദിച്ചത്. കാരണം ഇവിടെ ആംഗിൾ A X ആണ് തന്നിരിക്കുന്നത്, ആംഗിൾ B X+10 തന്നിട്ടുണ്ട്, ആംഗിൾ C 2X ആണ്, ആംഗിൾ D എന്ന് വെച്ചാൽ 2X - 10 ആണ്. അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ക്വാഡ്രിലാറ്ററലിന്റെ കേസിൽ എങ്ങനെയാണ്? എല്ലാ ആംഗിൾസിന്റെ സം എത്രയായിട്ട് വരണം? 360 വരണമല്ലോ. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D എന്ന് വെച്ചാൽ എത്ര വരണം? 360 ആണ് വരേണ്ടത് അല്ലെ? 360 ഡിഗ്രി വരണം. അപ്പൊ നമുക്ക് ആംഗിൾ എയുടെ വാല്യൂ തന്നിട്ടുള്ള X ആണ്. ദെൻ ആംഗിൾ B എന്ന് വെച്ചാൽ എത്രയാണ്? X+10 ആണ്. ആംഗിൾ C എത്രയാണ്? 2X ആണ് അല്ലേ? ആംഗിൾ D എത്രയാണ്? 2X - 10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 360 എന്ന് വന്നു. ക്ലിയർ ആയല്ലോ? നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇവിടെ ഒരു X ഉണ്ട്, ഇവിടെ ഒരു X ഉണ്ട്, 2X ആണ്. ദെൻ ഇവിടെ ഒരു 2X ഉണ്ടല്ലേ? ഇത് X 2X വന്നു. പിന്നെ ഇതും കൂടെ വരുമ്പോൾ 4X വരും. ദെൻ ഇതും കൂടെ വരുമ്പോൾ എത്രയാണ്? 6X വരും. അപ്പം 6X വന്നു. ദെൻ ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു +10 ആണ്, ഇവിടെ ഒരു -10. അപ്പൊ അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പം 6X ഈസ് ഈക്വൽ ടു 360 എന്ന് വന്നു. ക്ലിയർ ആയല്ലോ? ദെൻ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ X എത്രയാണ് വരുന്നത്? X ഈക്വൽ ടു 360/6 എന്ന് വരും. അതായത് എത്ര വരും? 60 എന്ന് വരും ഇല്ല? എക്സിന്റെ വാല്യൂ 60 ആണ്. അതായത് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ തന്നിട്ടുണ്ട്, ആംഗിൾ A ആണ് തന്നിട്ടുണ്ട്. അതായത് ആംഗിൾ A എത്രയാണ്? 60 എന്ന് വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാമല്ലോ. ആംഗിൾ A 60 എന്ന് വന്നു. അപ്പം ആംഗിൾ B എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? X+10 ആണ് അല്ലേ? അപ്പൊ എത്ര വരും? 60 + 10 അല്ലേ? 60 + 10 എന്ന് പറയുമ്പോൾ 70 വന്നു. അതായത് ആംഗിൾ B അല്ലേ? ആംഗിൾ B എത്ര വന്നു? 70 എന്ന് വന്നു. ഇനി ആംഗിൾ C നോക്കിയേ. ആംഗിൾ C ഈസ് ഈക്വൽ ടു 2X ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 60. അപ്പൊ എത്ര വരും? 120 വരും അല്ലേ? അപ്പം ആംഗിൾ C എത്ര വന്നു? 120 ഡിഗ്രി എന്ന് വന്നു. മനസ്സിലായല്ലോ? ദെൻ അടുത്തതാണ് ആംഗിൾ D കണ്ടുപിടിക്കണം. ആംഗിൾ D ഈസ് ഈക്വൽ ടു 2X - 10 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 60 - 10. 2 × 60 എന്ന് വരുമ്പം 120 ആണ്. 120 - 10. 120 - 10 എന്ന് പറയുമ്പോൾ എത്ര വരും? 110 വരും അല്ലെ? 110. അപ്പൊ ആംഗിൾ D ഈസ് ഈക്വൽ ടു 110 എന്ന് വന്നു. അപ്പൊ 4 ആംഗിൾസും കിട്ടിയല്ലോ.
അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ 4 ആംഗിൾസ് കിട്ടി. ആംഗിൾ എ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. ആംഗിൾ ബി എത്രയാണ്? 70 ഡിഗ്രിയാണ്. ആംഗിൾ സി 120 ആണ്. ആംഗിൾ ഡി എന്ന് വെച്ചാൽ 110 ആണ്. ക്ലിയർ ആയല്ലോ. ബി പാർട്ടിൽ എന്താണ്? ഈസ്റ്റ് ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്റർ. ഹൗ ഡു യു നോ ദിസ്? സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണെന്നാണ് ചോദിച്ചിരുന്നത്. നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ കേസിൽ പ്രോപ്പർട്ടി എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആയിട്ട് പറഞ്ഞു. ഇപ്പൊ സപ്പോസ് ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇതൊരു ക്വാഡ്രിലാറ്ററിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കിയാൽ എ ബി സി ഡി ഞാൻ പേര് എഴുതും. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ബിയും ഡിയും വരും, എയും സിയും വരും. അപ്പോൾ ഏതെങ്കിലും ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കുക, അതിന്റെ സമ്മ് 180 വരുന്നുണ്ടോ നോക്കുക. സപ്പോസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി നോക്കുക. ആംഗിൾ എ എത്രയാണ് നമുക്ക് ഇവിടെ വന്നത്? 60 ആണ് അല്ലേ? 60 പ്ലസ് ആംഗിൾ സി എന്ന് വെച്ചാൽ എത്രയാണ് വന്നത്? 120 ആണ് വന്നത് അല്ലേ? 120 വന്നു. അപ്പൊ എത്ര വന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു 180 വന്നല്ലോ അല്ലേ? 180 വന്നു. അത് ഓപ്പോസിറ്റ് ആംഗിളിന്റെ സമ്മ് എത്രയാണ്? 180 വന്നു. അപ്പൊ നമുക്കെന്ത് പറയാം? ഇറ്റ്സ് എ സൈക്ലിക് എന്ന് പറയാം. അപ്പൊ എങ്ങനെ എഴുതാം? ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ കേട്ടോ. ഓപ്പോസിറ്റ് ആംഗിൾ സം ഈസ് 180 ഡിഗ്രി. സോ ഇറ്റ് ഈസ് സൈക്ലിക് അല്ലേ? സോ ഇറ്റ് ഈസ് സൈക്ലിക്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ നോക്കിയേ. എ കോഡ് ജോയിനിങ് 11 and 8 ഓൺ എ ക്ലോക്ക് ഫേസ് കേട്ടോ. ക്ലോക്ക് മുഖത്തെ 11, 8 എന്നീ സംഖ്യകൾ ചേർത്ത് വരയ്ക്കുന്നുണ്ട്. 11ഉം 8ഉം കേട്ടോ. ക്ലോക്കിന്റെ 11ഉം 8ഉം തമ്മിൽ ചേർത്ത് വരച്ചിരിക്കുകയാണ്. വാട്ട്സ് എ മെഷർ ഓഫ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദ കോഡ് അറ്റ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. അപ്പം എന്താണ്? ഇതൊരു കോഡായിട്ട് വന്നു അല്ലേ? ഞാനായിട്ട് വന്നു. ഞാൻ വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലേ? കറക്റ്റ് ആയിട്ട് വരയ്ക്കും. ഇങ്ങനെ വരും അല്ലേ? അപ്പം വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടുത്തെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ എത്രയാണ് വരുന്നത്? ടോട്ടൽ എത്രയാണ് വരുന്നത്? ആംഗിൾ 360 ആണ് വരുന്നത് അല്ലേ? 360 ആണ് ടോട്ടൽ ആംഗിൾ വരേണ്ടത്. അപ്പൊ നമുക്കറിയാം 12 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ആംഗിൾ അല്ലേ? 1 ആംഗിൾ അല്ലെങ്കിൽ 1 ആംഗിൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബിറ്റ്വീൻ ആംഗിൾ ബിറ്റ്വീൻ ഏതായാലും ഇല്ല, ആംഗിൾ ബിറ്റ്വീൻ കണ്ടിന്യൂസ് പാർട്ട് നമുക്ക് പറയാം അല്ലേ? അല്ലെങ്കിൽ 1 ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 360 ഡിവൈഡ് ബൈ 12 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 30 ഡിഗ്രി എന്നാണ് വരുന്നത് ഓരോ ആംഗിൾ അല്ലേ? അപ്പൊ നോക്കിയേ, ഈ 10ഉം 11ഉം തമ്മിലുള്ള ആംഗിൾ എന്ന് വെച്ചാൽ 30 ആണ്. ദെൻ അതുപോലെ തന്നെ 9ഉം 10ഉം തമ്മിലുള്ള ആംഗിളും 30 ആണ്. ഇതും തമ്മിലുള്ള ആംഗിൾ 30. അപ്പൊ 3 30 വരും. അപ്പൊ 3 30 വരുമ്പോൾ എത്രയാണ്? 90 വരും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? വാട്ട് ഇസ് എ മെഷർ ഓഫ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദ കോഡ് അറ്റ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒരു ആംഗിൾ 30 ആണ് അല്ലേ? 30 into 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 90 ഡിഗ്രി ആണ് വരുന്നത് അവിടുത്തെ സെൻട്രൽ ആംഗിൾ. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ഈ സെൻട്രൽ ആംഗിൾ ഉണ്ടല്ലോ, അത് എത്ര വന്നു? 90 ഡിഗ്രി എന്ന് വന്നു. മനസ്സിലായല്ലോ? ഇനി ബി പാർട്ട്. വാട്ട് ഈസ് എ മെഷർ ഓഫ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ കോഡ് ഇൻ ദ ലാർജർ സെഗ്മെന്റ് ഓൺ ദ ക്ലോക്ക് ഫേസ്. ഞാൻ വലിയ വൃത്തഖണ്ഡത്തിൽ ഉണ്ടാക്കുന്ന കോൺ. ഇതെന്ന് വെച്ചാൽ ചെറിയ വൃത്തഖണ്ഡമാണല്ലോ. ഇത് ചെറിയ വൃത്തഖണ്ഡമാണ്, ഇത്രയും പോർഷൻ. ഇനി വലിയ വൃത്തഖണ്ഡം എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻ വരില്ല. അവിടെ ഉണ്ടാക്കുന്ന കോൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ്? ഇത് സെൻട്രൽ ആംഗിൾ അല്ല. അപ്പൊ ഇവിടുത്തെ ഏതൊരു വാല്യൂ ഏതൊരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് എത്ര എഴുതാം? 1/2 ഇൻറ്റു 90 ഡിഗ്രി അല്ലേ? 1/2 ഇൻറ്റു 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര വരും? 45 ഡിഗ്രി എന്ന് വരും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത്, വാട്ട് ഈസ് എ മെഷർ ഓഫ് ആംഗിൾ മെയ്ഡ് ബൈ ദ കോഡ് ഇൻ ദ സ്മോൾ സെഗ്മെന്റ്. ചെറിയ വൃത്തഖണ്ഡത്തിൽ ഉണ്ടാക്കുന്ന കോൺ. ചെറിയ വൃത്തഖണ്ഡം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? അതാ ഇത് അല്ലേ? ഈ ഒരു പോർഷൻ അല്ലേ? ഈ ചെറിയ വൃത്തഖണ്ഡമാണ്. ദെൻ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതാ നോക്കി. നമ്മളിവിടെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മളിങ്ങനെ വരയ്ക്കുക. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടുത്തെ ഈ ആംഗിളും എങ്ങനെയാണ്? സപ്ലിമെന്ററി ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അനുപൂരകങ്ങളാണ് നമുക്കറിയാം. ഇവിടുത്തെ ഈ ആംഗിൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 45. ഇവിടുത്തെ ആംഗിൾ നമുക്ക് 45 എന്ന് കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് ഇത് 180 അല്ലേ? 180 മൈനസ് 45 ചെയ്യുക. 180 മൈനസ് 45 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 135 ഡിഗ്രി എന്ന് വരും. ഇവിടുത്തെ ആംഗിൾ ഇവിടുത്തെ ഈ ചെറിയ വൃത്തഖണ്ഡത്തിലെ ആംഗിൾ എത്ര കിട്ടി? 135 ഡിഗ്രി എന്ന് കിട്ടി. ഇത്രയുള്ള സംഭവം. മനസ്സിലായി? അപ്പൊ ഇവിടെ ഈ ക്ലോക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പർട്ടിക്കുലർ അല്ല ഒരു ഇന്റർവെല്ലിലെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അത് മനസ്സിലാക്കട്ടെ. ഒരു ആംഗിൾ 1 ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഇന്റർവെൽ ഉണ്ടല്ലോ, ഒരു ടൈം ഇന്റർവെൽ, അതായത് ഒരു സെക്ഷനിലെ ആംഗിൾ എന്ന് വെച്ചാൽ 30 ഡിഗ്രിയാണ്. അതനുസരിച്ചിട്ട് ബാക്കിയെല്ലാം വേരി ചെയ്യും. അതനുസരിച്ചിട്ടാണ് ബാക്കി വാല്യൂസ് എല്ലാം വരുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A chord makes 90 degree at the center of a circle of radius 1 centimeter.
ഇതാ നോക്കി, ഇവിടെ ഒരു ഞാനുണ്ട്. ഞാൻ വൃത്തകേന്ദ്രത്തിൽ 90 ഡിഗ്രി കോൺ രൂപീകരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വൃത്തകേന്ദ്രം ഉണ്ടല്ലോ, വൃത്തകേന്ദ്രത്തിൽ ഇവിടെ രൂപീകരിക്കുന്ന ആംഗിൾ എത്രയാണ്? കോൺ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്. വൃത്തത്തിന്റെ ആരെന്ന് പറഞ്ഞിരിക്കുന്നത് 1 സെന്റിമീറ്റർ അല്ലേ? ഇത് 1 സെന്റിമീറ്റർ ആണ്, അപ്പൊ ഇത് 1 സെന്റിമീറ്റർ ആണ്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദി കോഡ്? ഈ കോഡ് ഉണ്ടല്ലോ, AB എന്ന് വെച്ചാൽ കോഡ് ഉണ്ടല്ലോ, ആ കോഡിന്റെ നീളം അല്ലെങ്കിൽ ഞാണിന്റെ നീളം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ നോക്കിയേ, ഇതെങ്ങനെയാണ് നമ്മുടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാലോ? ഇല്ല, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് പറഞ്ഞാൽ ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. രണ്ട് സൈഡിലെയും വാല്യൂ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? പൈതഗോറസ് തിയറം അറിയാലോ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇല്ലേ? അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയും ഇല്ലേ? അതിന്റെ ഈ ഹൈപ്പോട്ടനൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാ നോക്കുക, എങ്ങനെയാണ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? റൂട്ട് ഓഫ് 2 എന്ന് വരും അല്ലേ? ഞാണിന്റെ വാല്യൂ എന്ന് വെച്ചാൽ എത്രയാണ്? റൂട്ട് 2 ആണ്. 1 സെന്റിമീറ്റർ ആണ്, അപ്പം റൂട്ട് 2 സെന്റിമീറ്റർ എന്ന് വരും. ക്ലിയർ ആയാലോ? ഇനി അടുത്തത് ബി. വാട്ട് ഇസ് എ മെഷർ ഓഫ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദ കോൺ ഇൻ ദ ലാർജർ സെഗ്മെന്റ് ഓഫ് ദി സർക്കിൾ? ഞാൻ വലിയ വൃത്തഖണ്ഡത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്നാണ് ചോദിച്ചിരുന്നത്. ഇതാണ് ചെറിയ വൃത്തഖണ്ഡം. ഇത്ര എന്ന് വെച്ചാൽ ചെറിയ വൃത്തഖണ്ഡം. അപ്പൊ വലിയ വൃത്തഖണ്ഡത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പോയിന്റിലെയും കോൺ അല്ലെ എത്രയായിരിക്കും? ഇത് 90 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പകുതി ആയിരിക്കുമല്ലോ. അതായത് 1/2 ഇൻറ്റു 90 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 45 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇനി അടുത്തത് സി. വാട്ട് ഈസ് എ മെഷർ ഓഫ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദ കോഡ് ഇൻ ദ സ്മോൾ സെഗ്മെന്റ്? നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ, മുമ്പേ കണ്ട അതേ പീസ് തന്നെയാണ്. ഇവിടുത്തെ സ്മോൾ സെഗ്മെന്റ് ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചത്. ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന്. അപ്പം എന്ത് ചെയ്ത് വെച്ചാൽ മതി, ഇത് നമുക്ക് ഇവിടെ എത്ര കിട്ടി? 45 എന്ന് കിട്ടി. അപ്പം 180 45 കുറയ്ക്കാം. അതായത് 180 മൈനസ് 45 ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്? 135 എന്ന് ആൻസർ. മനസ്സിലായല്ലോ? സെയിം മുമ്പേ ക്ലോക്കിന്റെ ചെയ്ത എല്ലാം ക്വസ്റ്റിന്റെ പാറ്റേൺ എല്ലാം ഒരുപോലെ തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയാലും ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഒക്കെ എങ്ങനെയാണ് ഞാൻ ആ കൺസെപ്റ്റിന്റെ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ. എന്നിട്ട് ആ കൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും എല്ലാ ക്വസ്റ്റിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ തൽക്കാലം ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. എഴുതിയെടുത്തിട്ട് തന്നെ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് തന്നെ ചെയ്ത് നോക്കുക. അപ്പം പഠിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആൻസർ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.